ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിൻ രേവതിയും കൂടിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് തൊഴുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് സച്ചിൻ ഇടങ്ങണ്ണൊക്കെ ഇട്ടിട്ട് രേവതിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയും നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സച്ചിനോട് രേവതി പറയുന്നുണ്ട് ഇങ്ങനെ കാപ്പി ഇട്ടുതരാന്ന് പറഞ്ഞിട്ട് വേഗം പോകുമ്പോൾ സച്ചി തന്നെ ഒരു പാത്രമൊക്കെ വാങ്ങിച്ചിട്ട് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് സച്ചി രേവതിനോട് പെരുമാറുന്നത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സച്ചി പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് രേവതി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി ഇങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുമ്പോൾ രേവതി ടാറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ രവീന്ദ്രൻ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവാണ്. സച്ചി ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സച്ചി പോയി കഴിഞ്ഞതിന് ശേഷം രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. രേവതിയോട് പറയും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മുന്നിൽ നിന്നിട്ട് മോള് പൊട്ടിക്കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതം തകർന്നു പോയി, എൻ്റെ ജീവിതം നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളുടെ ഈ ഒരു ചിരി കാണുമ്പോഴെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് ഇനി മുന്നോട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുന്നുള്ള കാര്യം എന്നൊക്കെ അച്ഛൻ പറയാൻ കേട്ടോ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ സന്തോഷമാണ്. രേവതി ഇങ്ങനെ ചിരിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മേഡത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ശ്രുതിയുടെ മേഡം ഉണ്ടല്ലോ, ആ ഒരു മേഡത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വിവാഹം ക്ഷണിക്കാനായിട്ട്. അപ്പോൾ ലെറ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേഡം പറയുന്നുണ്ട് എന്തായാലും അന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും കള്ളം പറഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരായി അഭിനയിച്ച് ഗിഫ്റ്റൊക്കെ സമ്മാനമൊക്കെ നേടിപ്പോയില്ലേ, എന്നിട്ട് അയാളെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു ദൈവ നിയോഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കണം ഓരോ കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ശ്രുതി മിടിക്കുകയാണ്, എന്താ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങി ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. എന്തായാലും ഞാൻ ഉദ്ഘാടനത്തിന് മേഡത്തിനോട് വരാൻ പറഞ്ഞു, പക്ഷേ മേഡം വന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കാലിന് ഫ്രാക്ചർ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. എന്തായാലും മേഡം ഒരു ദിവസം വരണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കാലിൻ്റെ ഈ ഒരു ഇത് മാറുമ്പോൾ വരാമെന്ന് പറയാണ്. അപ്പോൾ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പോൾ മേഡം എന്തായാലും വരണം കല്യാണത്തിന് എന്ന് പറയാണ്. അയ്യോ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റൂല, കാരണം എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ഫോൺ വരാനിട്ട് അങ്ങനെ ഫോണിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞത് ശേഷം PA വരുന്നുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ അങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കിക്കാണ് കേട്ടോ. ശ്രുതിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ആ ഒരു ഓർമ്മയിൽ ആ ഒരു ദേഷ്യം ശ്രുതിനോട് ഇങ്ങനെ തീർക്കാണ് കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ ആളൊരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് മേഡത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സമ്മാനമായിട്ട് ഒരു കല്യാണത്തിൻ്റെ ഒരു സമ്മാനമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. എനിക്ക് എന്തായാലും ശ്രുതിയുടെ കല്യാണത്തിന് വരാൻ പറ്റൂല, അപ്പോൾ ഇതിൽ 25,000 രൂപയുണ്ട്, അപ്പോൾ അത് ഞാൻ ശ്രുതിക്ക് തരാമെന്ന് പറയുമ്പോൾ അയ്യോ മേഡം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാറില്ല, ശ്രുതി ഇത് പിടിക്കും, ഞാൻ എന്തായാലും കല്യാണത്തിന് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്ക് വരാൻ പറ്റൂല, അപ്പോൾ അതുകൊണ്ട് ഇത് പിടിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി അത് വാങ്ങിച്ച് ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്തൊക്കെ PA ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ ശ്രുതിനെ നോക്കുകയാണ്. ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അയാളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആയൊരു ഇതൊക്കെ കൊണ്ട് ശ്രുതി പോകുകയാണ്. ആ സമയത്ത് ഫോൺ വരുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഫോൺ വരുന്നുണ്ട്. നമ്മളെ ചന്ദ്രയാണ് വിളിക്കുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ ശ്രുതി അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ മീര പുറത്ത് വണ്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മീരരെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ കയറിയിട്ടോ. അപ്പോൾ അതേ നമുക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് പറയുന്നുണ്ട് 25,000 രൂപ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെന്ന് പറയുമ്പോൾ നീ അപ്പോൾ സെലക്ട് ചെയ്ത സാരി തന്നെ നിനക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ എൻ്റെ അമ്മായിയും എടുത്തു തരും എന്ന് പറയാണ്. ഈ സമയത്ത് PA അങ്ങനെ നോക്കി നിൽക്കണ കാണുമ്പോൾ മീര പറയുന്നുണ്ട് നിന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, ആളെന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ സുധീരെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, എന്തായാലും പാവം നിനക്ക് വേണ്ടി കുറേ കാത്തിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞ് മീര കളിയാക്കാണ്. പിന്നെ അവൻ പാവം നീ വണ്ടി വിട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് നമ്മളെ രേവതി ശ്രീകാന്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുകയാണ് എനിക്ക് ശ്രീയോട് ഒരു കാര്യം പറയാനുണ്ട്, എന്തായാലും ഇങ്ങനൊരു ചതി ചെയ്തതായ കാറിൽ കഞ്ചാവ് വെച്ച് നമ്മളോട് ഇങ്ങനൊരു ചതി ചെയ്തത് ഗജാനന്ദനാണെന്ന് നമുക്കറിയാലോ എന്ന് പറയാണ്. അപ്പോൾ അറിയാട്ടത്തി അതൊരിക്കലും നിൻ്റെ ഏട്ടൻ അറിയരുതെന്ന് പറയാൻ കേട്ടോ. അതെന്താ ഏട്ടത്തി, ശരിക്കും പറഞ്ഞാൽ ഏട്ടനോട് പറയാണത്, എന്നിട്ട് അയാൾക്ക് 2 കിട്ടണം എന്ന് പറയാൻ കേട്ടോ ശ്രീകാന്ത്. അയ്യോ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്, കാരണം നിൻ്റെ ഏട്ടൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ
അയാളെ ജീവനോടെ വെച്ചിരിക്കില്ല. ഇന്നലെ രാത്രി വരെയും നിൻ്റെ ഏട്ടൻ പറഞ്ഞു അയാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ കൊന്ന് കുടൽമാല പുറത്തെടുക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിൻ്റെ ഏട്ടൻ ജയിലിൽ പോകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നേട്ടമുണ്ടോ? അതുകൊണ്ട് ഒരിക്കലും നിൻ്റെ ഏട്ടനോട് ഈ ഒരു കാര്യം തുറന്ന് പറയരുതെന്ന് പറയും. അപ്പോൾ ശ്രീകാന്തിന് കാര്യം മനസ്സിലായിട്ട് അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ശരിയാണ് സച്ചേട്ടൻ്റെ ആ ഒരു എടുത്തുചാട്ടത്തിന് ഒരിക്കലും അതറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഏട്ടത്തി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ എന്തായാലും പറയുന്നില്ല ഏട്ടനോട്, ഞാൻ പറയൊന്നുമില്ല കേട്ടോ. ഏട്ടത്തി വിഷമിക്കൊന്നും പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ അത് പറയാണ് കേട്ടോ. അത് പറഞ്ഞതിന് ശേഷം എനിക്ക് നിൻ്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം. ആ ഫ്രണ്ടോ ഏത് ഫ്രണ്ട് എടുത്തിന്ന് പറയുമ്പോൾ വർഷ നമ്മളെ സഹായിച്ചില്ല. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ. എനിക്ക് ആ കുട്ടീനെ കണ്ടൊരു നന്ദിയൊക്കെ പറയണമെന്ന് പറയാൻ കേട്ടോ. അതിനെന്താ നമുക്ക് വർഷയുടെ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോകാം. എനിക്കും ആഗ്രഹമുണ്ട് ഡബ്ബിങ് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കാണുന്നുണ്ട് എന്ന് പറയും ശ്രീകാന്ത്. അങ്ങനെ രേവതിനെയും കൊണ്ട് ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. ഈ സമയത്ത് വർഷ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൗണ്ട് എഞ്ചിനീയറോട് പറയാണ് ഇനി മതി, എനിക്ക് വയ്യ, ടയേർഡായി എന്ന് പറയാണ്. അപ്പോൾ ഇനി പോയിക്കോ, എന്തായാലും ഇവിടെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഇന്ന് ലീവാണ്, ചെറിയൊരു ഡയലോഗ് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പിന്നെ വേറെ ആരെങ്കിലും നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പിന്നീട് അയാൾ പറയാണ് വർഷനെ കാണാനായിട്ട് ശ്രീകാന്ത് എന്ന് പേരുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട്. ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് വർഷ വേഗം പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് വർഷ ശ്രീകാന്തിനെ രേവതിനെയും കാണുമ്പോൾ നിങ്ങൾ 2 പേരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലാണ്. എന്താ പിന്നെ കൂടെ നടന്ന് ഫുഡൊക്കെ തരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിശക്കുന്നു മനസ്സിലായിട്ട് ഫുഡും കൊണ്ട് വന്നാണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ദേ ഏട്ടത്തിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അന്ന് ശരിക്കും ഒന്നും നന്ദി പറയാനൊന്നും പറ്റിയില്ല. അപ്പോൾ മോളില്ലായിരുന്നെങ്കിൽ എന്താവുമെന്ന് അറിയില്ലായിരുന്നു, ഒരുപാട് നന്ദിയുണ്ട്, ഒരിക്കലും മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറയുമ്പോൾ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കത് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാനത് ചെയ്തു, അതിൻ്റെ ഒന്നും ഇങ്ങനെ നന്ദി പറയേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വിശക്കുന്ന സമയത്ത് തന്നെയാണ് ശ്രീകാന്ത് വന്നത് എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാനിരുന്നാണെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ശ്രീകാന്ത് ചെയ്യുന്ന അത്രയ്ക്കൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യാനായിട്ട് അറിയൂല, പക്ഷേ എങ്കിലും വർഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ടിഫിൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ, ഭയങ്കര സന്തോഷമാവണം. എന്നിട്ട് എവിടെ എനിക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ആ പാത്രം ഇങ്ങനെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് മണക്കം അങ്ങനെ നോക്കിയിട്ട് എന്തു മണമെന്ന് മണം കേൾക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കണ്ടില്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ അവിടെ വീഴും എന്നൊക്കെ പറയാണ്. അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി, എനിക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം, അത്യാവശ്യം ഫുഡൊക്കെ വെക്കാൻ പറയും. അയ്യോ അതൊന്നും പറ്റില്ല, അതൊന്നും നമുക്ക് ചേർന്ന പണിയല്ല എന്ന് വർഷ പറയും കേട്ടോ. ഞാൻ ആ ഒരു രേവതി ഉണ്ടാക്കി കൊടുത്ത ഒരു കൊണ്ടുവന്ന ഒരു ഡിഷ് കഴിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ രേവതി വർഷയ്ക്ക്. എന്നിട്ട് വർഷ പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോട് പറയും ശ്രീ ഒരു കാര്യം ചെയ്യും, ശ്രീകാന്ത് തുടങ്ങുന്ന ആ റെസ്റ്റോറൻറ്റിൽ മെയിൻ കുക്കായിട്ട് ഏട്ടത്തിന് തന്നെ വെക്കണം കേട്ടോ, അത്ര നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാണ്. അയ്യോ അങ്ങനെയൊന്നും പറയല്ല, എനിക്ക് അറിയാവുന്ന പോലെ ഒന്നും ചെയ്തെന്നും മാത്രമേ ഉള്ളൂ എന്നൊക്കെ രേവതി പറയും. അപ്പോൾ ഇവിടെയാണോ ഡബ് ചെയ്യണേന്നൊക്കെ ചോദിക്കും കേട്ടോ. ശ്രീകാന്തും ചോദിക്കും, വർഷയും ചോദിക്കും. അപ്പോൾ വർഷയല്ല രേവതി ചോദിക്കും ഇവിടെയാണ് ഡബ് ചെയ്യണേ, നിങ്ങൾക്ക് കാണുമോ, വാ എൻ്റെ കൂടെ വായും ഞാൻ കാണിച്ചു തരാൻ ഡബിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്.